Hello, this is Robin. നമ്മൾ ഇന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ 25ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിലെ ട്രെയിനിങ് സെഷൻസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ്സിന്റെ മലയാളം മീനിങ് പറഞ്ഞു തരിക മാത്രമല്ല ചെയ്യുന്നത്, സെന്റൻസ് യൂസേജസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഈ വേർഡ്സ് എങ്ങനെ സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ പഠിക്കുന്ന എല്ലാ വേർഡ്സിൻ്റെ മീനിങ്ങും സെന്റൻസസും നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ, നിങ്ങളൊരു പാഷനേറ്റ് ലേണർ ആണെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് ഫോയിൽ. FOIL. നിങ്ങൾ ഈ വാക്ക് കേട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. FOIL, ഫോയിൽ. എന്താ ഫോയിൽ എന്ന് പറഞ്ഞാൽ? പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ നിഷ്ഫലമാക്കുക. എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമം അതൊക്കെ പരാജയപ്പെടുത്തുക, അതല്ലെങ്കിൽ നിഷ്ഫലമാക്കുക എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഫോയിൽ, പരാജയപ്പെടുത്തുക, നിഷ്ഫലമാക്കുക. അപ്പോൾ നമുക്ക് ഈ വാക്ക് വെച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, The police foiled his attempt to smuggle gold out of the airport. The police foiled his attempt to smuggle gold out of the airport. ഗോൾഡ് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നു. അത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള അവൻ്റെ ശ്രമം പോലീസ് പരാജയപ്പെടുത്തി. ആ ഒരു ശ്രമം നിഷ്ഫലമാക്കി, അല്ലെങ്കിൽ ആ ഒരു ശ്രമം പരാജയപ്പെടുത്തി. നെക്സ്റ്റ് വൺ, An armed robbery was foiled by a young lady. An armed robbery was foiled by a young lady എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോബറി, അതായത് ഒരുപാട് ആയുധങ്ങളുമായിട്ടൊക്കെ ഒരു കൂട്ടം ആൾക്കാർ വന്നു, അവിടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു. ആ ഒരു ശ്രമം ഒരു യങ് ലേഡി പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു ശ്രമം, അവരുടെ ശ്രമം നിഷ്ഫലമാക്കി, അല്ലെങ്കിൽ അത് പരാജയപ്പെടുത്തി. അതായത് അവർക്ക് റോബറി നടത്താൻ സാധിച്ചില്ല. നെക്സ്റ്റ് വൺ, The kidnappers' attempt to kidnap the child was foiled by her brave father. അതായത് ഒരു ചെറിയ കുട്ടി, അതിനെ കിഡ്നാപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ശ്രമിച്ചു. ആ ഒരു ശ്രമം അവളുടെ ഫാദർ പരാജയപ്പെടുത്തി, ആ ഒരു ശ്രമം നിഷ്ഫലമാക്കി. അതായത് അവർക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല, ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വാക്കാണ് കൺസിഡർ. കൺസിഡർ, CONSIDER. കൺസിഡർ എന്ന വാക്കിന്റെ അർത്ഥമാണ് പരിഗണിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക. കൺസിഡർ, പരിഗണിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക. കൺസിഡർ എന്നത് നമുക്കൊരു വെർബായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കൺസിഡർ, കണക്കാക്കുക, പരിഗണിക്കുക. കൺസിഡേർഡ്, പരിഗണിച്ചു അല്ലെങ്കിൽ കണക്കാക്കി. കൺസിഡേർഡ്, പരിഗണിച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോം ഓഫ് വേർബ്, സെക്കൻഡ് ഫോം ഓഫ് വേർബ്, തേർഡ് ഫോം ഓഫ് വേർബ്. അല്ലെങ്കിൽ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണിത്. പരിഗണിക്കുക, കണക്കാക്കുക. സെക്കൻഡ് വൺ എന്താണ്? കൺസിഡേർഡ്, പരിഗണിച്ചു, കണക്കാക്കി. തേർഡ് വൺ, പരിഗണിച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസിഡർ എന്ന വാക്ക് വെച്ച് ഉള്ള സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, യു ആർ കൺസിഡറിങ് ടു സെൽ ദ പ്ലോട്ട്. ഞങ്ങൾ ഒരു ഭൂമി വിൽക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ ആ കാര്യം പരിഗണിക്കുന്നുണ്ട്. ജെന്നി ഈസ് ബീങ് കൺസിഡേർഡ് ഫോർ ദ അസിസ്റ്റന്റ് മാനേജേഴ്സ് പൊസിഷൻ. ജെന്നി ഈസ് ബീങ് കൺസിഡേർഡ് ഫോർ ദ അസിസ്റ്റന്റ് മാനേജേഴ്സ് പൊസിഷൻ. ശ്രദ്ധിക്കുക, അസിസ്റ്റന്റ് മാനേജറിന്റെ പൊസിഷൻ വേക്കൻ്റ് ആണ്. ആ ഒരു പൊസിഷനിലേക്ക് അടുത്തതായിട്ട് പരിഗണിക്കപ്പെടുന്നത് ജെന്നിയാണ്. ഇവിടെ പരിഗണിക്കപ്പെടുന്നു, അതായത് ജെന്നി ഈസ് ബീങ് കൺസിഡേർഡ്. ജെന്നിയാണ് ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നത്, അതിലേക്ക് പരിഗണിക്കുന്നത്. ജെന്നി ഈസ് ബീങ് കൺസിഡേർഡ് ഫോർ ദ അസിസ്റ്റന്റ് മാനേജേഴ്സ് പൊസിഷൻ. നെക്സ്റ്റ് വൺ, വുഡ് യു കൺസിഡർ അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ് അബ്രോഡ്? വുഡ് യു കൺസിഡർ അപ്ലൈയിങ് ഫോർ ദാറ്റ് ജോബ് അബ്രോഡ്? ഇവിടെ നമുക്കൊരു ചോദ്യമായിട്ടാണ് വരുന്നത്. ഒരു ജോലിയുണ്ട്, വിദേശത്തൊരു ജോലി, ഒരു വേക്കൻസി ഉണ്ട്. നീ ആ ജോലിക്ക് അപേക്ഷിച്ചതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? നീ ആ ജോലിക്ക് അപേക്ഷിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടോ? ഹാവ് യു എവർ കൺസിഡേർഡ് എ ജോബ് ഇൻ ആൻ MNC കമ്പനി? ഹാവ് യു എവർ കൺസിഡേർഡ് എ ജോബ് ഇൻ ആൻ MNC കമ്പനി? ഒരു MNC കമ്പനിയിലുള്ള ജോലിയെ പറ്റി നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഷീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് ടെന്നീസ് പ്ലെയർ ഇൻ ദ വേൾഡ്. ഷീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് ടെന്നീസ് പ്ലെയർ ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടെന്നീസ് പ്ലെയർ ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് ടെന്നീസ് പ്ലെയർ ആയിട്ട് അവളെയാണ് കണക്കാക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടെന്നീസ് പ്ലെയർ ആയിട്ട് അവളെ കണക്കാക്കുന്നു. I am seriously considering to file a complaint against him. I am seriously considering to file a complaint against him. അവനെതിരെ ഒരു പരാതി കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഒരു പരാതി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പരിഗണിക്കുന്നുണ്ട്. അടുത്ത സെന്റൻസ് യൂസേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്കുള്ള ഇൻസ്പിറേഷനാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനലിനെയും എന്നെയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നെയും ചാനലിൽ സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് സെഷൻസ് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യാം. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ബേസ്ഡ് റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് വിത്ത് വോയിസ് ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 തരം കോഴ്സസ് ഉണ്ട്. സെൽഫ് സ്റ്റഡി പ്രോഗ്രാം ഉണ്ട്, അത് ഡിജിറ്റൽ കോഴ്സാണ്. 900 rupees ആണ് വരുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷ് കിട്ടാനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാനുള്ള സ്കിൽസിൻ്റെ ട്രെയിനിങ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സിൽ 10 എക്സാംസും അതിൻ്റെ ആൻസർ കീസും 30 ദിവസത്തേക്കുള്ള റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസും അതുപോലെ ഞാനൊരു ബുക്കിൻ്റെ ഓതറാണ്. അതിൻ്റെ ഈ ബുക്ക് PDF ഫോർമാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 900 rupees അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. അതേ കോഴ്സ് തന്നെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ചാറ്റ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30 ഡേയ്സിൻ്റെ കോഴ്സിന് 45 days വരെ എൻ്റെ വോയിസ് ചാറ്റ് വാട്സാപ്പ് വഴിയുള്ള വോയിസ് ചാറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ലെവൽ 1 പ്രോ ലെവൽ കോഴ്സാണ്. അതുകൂടാതെ ലെവൽ 2 പ്രോ ലെവൽ കോഴ്സിൽ വോയിസ് ചാറ്റ് സപ്പോർട്ട് കൂടാതെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് ലൈവ് സപ്പോർട്ട് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ്സും റിക്വസ്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ പോർഷൻ. അടുത്ത സെന്റൻസ് യൂസേജിലേക്ക് കടക്കാം. ഹാവ് യു കൺസിഡേർഡ് ബീങ് എ ഫ്രീലാൻസർ? ഒരു ഫ്രീലാൻസർ ആവുന്നതിനെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ആ ഒരു കാര്യം പരിഗണിച്ചിട്ടുണ്ടോ? ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോർണിംഗ് ടു ഈവനിങ് ജോബ് അല്ല, ഒരു കമ്പനിയുടെ കീഴിലല്ല ജോലി. സ്വന്തമായിട്ട് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിനാണ്. ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ചെയ്യാവുന്ന വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിനാണ്, സ്വന്തമായി ജോലി കണ്ടെത്തി ചെയ്യുന്നതിനെയാണ് ഫ്രീലാൻസിങ് ജോബ് എന്ന് പറയുന്നത്. ദേ ആർ കൺസിഡറിങ് ഹിം ഫോർ എ ജോബ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. ദേ ആർ കൺസിഡറിങ് ഹിം ഫോർ ദ ജോബ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. അവർ അവനെ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന ജോബിലേക്ക് അവനെ പരിഗണിക്കുന്നുണ്ട്. ആ ജോലി അവന് കൊടുക്കുക എന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. വി ആർ കൺസിഡറിങ് ടു ബൈ എ ന്യൂ അപ്പാർട്ട്മെന്റ്. ഉള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ വാക്കാണ് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ്, INTERRUPT. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സപ്പെടുത്തുക, എന്തെങ്കിലും കാര്യം തടസ്സപ്പെടുത്തുക എന്ന വാക്കാണ് ഇന്ററപ്റ്റ്. ഏറ്റവും വേർഡ്സ് ആയിട്ട് വരുന്നത് ഇന്ററപ്ഷൻ. ഇന്ററപ്ഷൻ മീൻസ് തടസ്സം. ഇന്ററപ്റ്റ് തടസ്സപ്പെടുത്തുക, ഇതൊരു വെർബാണ്. ഇന്ററപ്ഷൻ, ഇന്ററപ്ഷൻ തടസ്സം. ഇന്ററപ്റ്റിന്റെ പാസ്റ്റ് ഫോമാണ് ഇന്ററപ്റ്റഡ്, TED വരും. അതുപോലെ അതിൻ്റെ അർത്ഥം എന്താ? തടസ്സപ്പെടുത്തി. ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുക, അവരത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, തടസ്സമുണ്ടാക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. നമുക്ക് സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഡോണ്ട് ഇന്ററപ്റ്റ് വെൻ സംവൺ ഈസ് സ്പീക്കിംഗ് അബൌട്ട് എ സീരിയസ് മാറ്റർ. ഡോണ്ട് ഇന്ററപ്റ്റ് വെൻ സംവൺ ഈസ് സ്പീക്കിംഗ് അബൌട്ട് എ സീരിയസ് മാറ്റർ. ആരെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഇടയ്ക്ക് അവരെ ആ പറയുന്ന കാര്യത്തിൽ നിന്നും തടസ്സപ്പെടുത്തരുത്. ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതായത് പറയുന്ന കാര്യത്തിൽ ഫ്ലോ ആയിട്ട് പറയട്ടെ, അവർ സീരിയസ് മാറ്റർ സംസാരിക്കുകയാണ്, അതിനൊരു തടസ്സമുണ്ടാക്കരുത്, അതിനൊരു ഇൻട്രപ്ഷൻ ഉണ്ടാക്കരുത്. Don't interrupt when someone is speaking about a serious matter. She often interrupts my speech. She often interrupts my speech. ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ അവൾ മിക്കപ്പോഴും, ഓഫൺ മീൻസ് മിക്കപ്പോഴും എൻ്റെ സംസാരം അവൾ തടസ്സപ്പെടുത്താറുണ്ട്. She often interrupts my speech. Don't interrupt until I finish my explanation on this topic. Don't interrupt until I finish my explanation on this topic. ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തരുത്, അതിനിടയ്ക്ക് നിങ്ങൾ കയറി സംസാരിക്കരുത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നത് വരെ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്, നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, അത് തടസ്സപ്പെടുത്തരുത്. The loud noise outside interrupted their conversation. The loud noise outside interrupted their conversation. അതായത് രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് പുറത്ത് വലിയൊരു ശബ്ദം കേട്ടത്. ആ ഒരു ലൗഡ് നോയ്സ് അവരുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തി. അതായത് അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ആ ശബ്ദം അവിടെ ശ്രദ്ധ തിരിച്ചു, അവർക്ക് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ച് തൽക്കാലം ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായി. The loud noise outside interrupted their conversation. The cricket match was interrupted twice by rain. അതായത് ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് 2 തവണ മഴ വന്നു, 2 തവണ മഴ കളിക്ക് തടസ്സം ഉണ്ടാക്കി. I hope there won't be any interruptions in the cricket match. I hope there won't be any interruptions in the cricket match. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ററപ്ഷൻ എന്ന വാക്കാണ്. തടസ്സം, ഇന്ററപ്ഷൻസ് തടസ്സങ്ങൾ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഇന്നത്തെ കളിക്കിടയ്ക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I am sorry to interrupt your conversation.
ഐ എം സോറി ടു ഇന്ററപ്റ്റ് യുവർ കോൺവെർസേഷൻ. രണ്ടുപേര് എന്താ ഇവിടെ പറയുന്നത്? രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരമായിട്ട്. അപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും അവരുടെ സംഭാഷണത്തിന് തടസ്സം ഉണ്ടായി. അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഐ എം റിയലി സോറി. ഐ എം സോറി ടു ഇന്ററപ്റ്റ് യുവർ കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനുള്ള 3 വേർഡ്സും പഠിച്ചു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദി നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.